പിന്നെ ഇയാളും ഈ കഴിഞ്ഞ ദിവസം പാലാരിവട്ടം സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് ഞാൻ പോയിരുന്നു. ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് താലിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ചെയ്തത് ജസ്റ്റ് എനിക്കിപ്പോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, ആ 3 ലിങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുമോ, എന്റെ ജീവനോ സ്വത്തിനോ? ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഈ ചീഫ് മിനിസ്റ്റർ തുടങ്ങിയ എല്ലാവർക്കും ഞാൻ അയച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സുരക്ഷ വേണം. പാലിക്കെതിരെ ഞാൻ പരാതിയല്ല കൊടുത്തിട്ടുള്ളത്. പരാതി കൊടുക്കുന്നത് എലിസബത്ത് ആണ്. എലിസബത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ തോക്കാണെങ്കിലും ഡോണർ ആണെങ്കിലും ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. ഞാൻ ഉറച്ചു വെക്കുന്നു. ഞാൻ ഉണ്ടാവും. പിന്നെ ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞത് ആരും തോക്ക് കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് പറയാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇപ്പൊ സീക്രട്ട് വീഡിയോ ഇട്ടല്ലോ, നൈറ്റില് 12:30 അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എന്നെ അറിയാം, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്നും പറഞ്ഞു. ഒരുപാട് പേരോട് ഇനി ഒരുപാട് ഉണ്ട്. ഞാൻ പറഞ്ഞ കുറെ ചാനലും അവർക്ക് ഇത് പറയുമെന്ന് അറിയില്ല. പുറത്ത് വന്നവർ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ഒരു ആക്ഷനോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പാലാരിവട്ടം സ്റ്റേഷൻ ഞാൻ കൊടുത്തു. ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ സുരക്ഷയ്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തതിന്റെ റെസീപ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അവരെന്താ പറഞ്ഞപ്പോ? അത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ തമിഴ്നാടാണോ എന്നൊരു ചെറിയൊരു തോന്നൽ എനിക്ക് തോന്നിയായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് ഞാൻ പറയുന്നത് കാര്യം പറഞ്ഞപ്പോ SHO അവിടെ ഉണ്ടായിരുന്നില്ല, വേറൊരാളാണ് അത് കംപ്ലൈന്റ് ഒക്കെ നമ്മളെ വായിച്ചു നോക്കി റെസീറ്റ് ഒക്കെ തന്നു. അപ്പൊ അവര് ചോദിച്ചു പാല എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ചെന്നൈയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയുന്നത് വൈക്കത്തായിരിക്കും.